കൊല്ലംകുഴിയിലെ കൃഷിഭവന് സമീപത്തെ പാറപ്പുറത്താണ് കാർഷിക കർമ്മസേനയുടെ ഞാറ്റടി നഴ്സറി. പ്രത്യേക ട്രേകളിലാണ് ഞാറ്റടി ഒരുക്കുന്നത്. 15 ദിവസമാണ് ഞാറ്റടി ഒരുക്കാനെടുക്കുന്ന സമയം. ഇതുവരെ ചെയ്തത് നമ്മൾ ഈ പൊടിമണ്ണ് അരിച്ചെടുത്തിട്ട് അത് കലക്കി ചളിയാക്കി അതിലേക്ക് വിത്തിട്ടിട്ടാണ് നമ്മൾ നഴ്സറി ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോഴതിൽ ഈ വർഷം മുതൽ നമ്മൾ അതിൽ നിന്നൊരു മാറ്റം വരുത്തിക്കൊണ്ട് റെഡി മിക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വർഷം മുതൽ ഞാറ്റടി ഉണ്ടാക്കുന്നത്. അത് പറഞ്ഞാൽ ചകിരിച്ചോറ്, ഊമി, വേറെ ഒരു ജൈവവളം അതുകൂടി മിക്സ് ചെയ്തിട്ട് ഈ ട്രേയിൽ നിരത്തി അതിൻ്റെ മുകളിലാണ് വിത്ത് ആ മെഷീൻ വെച്ചിട്ട് ചെയ്യുന്നത്. അത് ഈസിയാണ് മെത്തേഡ്. പെട്ടെന്ന് നമുക്ക് കൂടുതൽ ഒരു ദിവസം ശരിക്കും പറഞ്ഞ ഒരു 3 ആളുകളുണ്ടായാൽ 400-600ഓളം ട്രേ നമുക്ക് വിത്തിട്ട് തീർക്കാൻ പറ്റും. 8 തൊഴിലാളികളാണ് കാർഷിക കർമ്മസേനയിലുള്ളത്. ബേഡെടുക്കയിലെ പാടശേഖരങ്ങൾക്ക് പുറമെ ഉദുമ, പുല്ലൂർ പെരിയ, ചെമ്മനാട്, പുത്തികെ പഞ്ചായത്തിലും ഞാറ്റടി വിതരണം ചെയ്യുന്നുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ബേഡെടുക്ക ഗ്രാമപഞ്ചായത്തിലും കൃഷിഭവന്റെ സഹായത്തോടു കൂടി കാർഷിക കർമ്മസേന ആരംഭിക്കുന്നത്. കാർഷിക കർമ്മസേന 13 അംഗങ്ങളായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത്. ഇന്ന് 8 അംഗങ്ങൾ സ്ഥിരമായി ഇതിനകത്ത് ജോലി ചെയ്യുന്നുണ്ട്. പഞ്ചായത്തിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇവർക്ക് ആവശ്യമായ മിഷനറിയും അതുപോലെ തന്നെ ഇവരെ നിലനിർത്താൻ ആവശ്യമായ പദ്ധതികളും കൊടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ബേഡെടുക്ക ഗ്രാമപഞ്ചായത്ത് ആദ്യം തന്നെ ഇവർക്ക് ആവശ്യമായ നടീൽ യന്ത്രങ്ങൾ, ഇന്ന് നമുക്കറിയാം കൃഷിക്കാരെ കൃഷിയിൽ സഹായിക്കണമെങ്കിൽ തൊഴിലാളികൾ വേണം. തൊഴിലാളികൾക്ക് പരിമിതികളുണ്ട്, തൊഴിലാളികൾ ഇന്ന് ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ എത്രമാത്രം യന്ത്രവൽക്കരണത്തിലൂടെ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതിനുവേണ്ടിയുള്ള സപ്പോർട്ടാണ് നമ്മൾ കാർഷിക കർമ്മസേനയ്ക്ക് നൽകിയിട്ടുള്ളത്. കൈമ, അറ്റ്ലസ്, ജ്യോതി, ശ്രേയസ്, ഞവര, വെള്ളേരി തുടങ്ങി വ്യത്യസ്ത ഇനങ്ങൾ ഞാറ്റടികളായി ഒരുക്കിയിട്ടുണ്ട്. ജ്യോതി എന്ന് പറയുന്ന ഒരു ഇനമാണ്, കുറച്ച് നീളമാണ് അതിൻ്റെ നെല്ല്. പിന്നെ ഇതിനപ്പുറത്ത് ആ കാണുന്നത് കുറച്ച് ഹൈറ്റ് കൂടിയത് പണ്ടത്തെ നമ്മളെ നാടൻ ഇനം കൈമ എന്ന് പറയുന്ന ഒരു ഇനമാണ്. അതിപ്പോൾ ആരും ചെയ്യുന്നില്ല. ചെയ്യുന്ന അത്യാവശ്യം ആൾക്കാർ മാത്രമേ അത് പണ്ടത്തെ രീതിയിൽ ചെയ്യുന്ന നെല്ലാണത്. കുറച്ച് വേറൊരു ഇനമുണ്ട്, അത് മുമ്പ് ചെയ്തുകൊണ്ട് ഇനം വന്ന്, അതായത് മലരെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാടൻ ഇനത്തിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഒരു കലത്തിൽ ഇങ്ങനെ വറുത്തിട്ട് മലരുണ്ടാക്കുന്നില്ലേ, അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു നെല്ലാണ് ആ 4 ലിറ്റർ അങ്ങോട്ടുള്ളത്. അതിൻ്റെ അപ്പുറത്ത് മൊത്തം ഉള്ളത് കർണാടകയിൽ നിന്ന് വന്ന ഒരു ഇനമാണ് മറ്റേ അറ്റ്ലസ് എന്ന് പറയുന്ന ഒരു ഇനം. അത് നമ്മളെ പഞ്ചായത്തിലേക്ക് വന്നിട്ട് കുറേ ഒരു 8 വർഷത്തോളമായി. കൃഷിക്ക് തൊഴിലാളികളെ ലഭിക്കാതെ ബുദ്ധിമുട്ടുന്ന കർഷകർക്ക് യന്ത്രവൽകൃത കൃഷിയിലൂടെ ഞാറ് നടുന്നത് മുതൽ കളപറിക്കുന്നതും കൊയ്ത്തുവരെയുമുള്ള ജോലികളെല്ലാം കാർഷിക കർമ്മസേനയിലെ അംഗങ്ങൾ ചെയ്യും. കാർഷിക കർമ്മസേനയുടെ നേതൃത്വത്തിൽ 6 ഏക്കറിൽ നെൽകൃഷി ചെയ്യുന്നുണ്ട്. കൊയ്ത്ത് കഴിഞ്ഞാൽ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച് ബേഡകം റൈസ് ബ്രാൻഡിൽ വിപണിയിലെത്തിക്കുന്ന ചുമതലയും ഇപ്പോൾ കാർഷിക കർമ്മസേന ഏറ്റെടുത്തിട്ടുണ്ട്. ക്യാമറമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.